ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ഫ്രീ ഹാൻഡാണ്. പിന്നെ ഒരു റഫ് സ്കെച്ചാണ്. പ്രാക്ടീസിങ്ങിൻ്റെ ഭാഗമായിട്ട് വരച്ചതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഞാൻ ബിഗിനിങ്ങായിട്ട് പറയാനുള്ള ഉദ്ദേശിക്കുന്നത്. എന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്, പ്രാക്ടീസ് ഈസ് കമ്പൽസറി. നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫോക്കസ്ഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സക്സസ് എന്നുള്ള വേർഡാണ്. സക്സസ് എന്നുള്ള വേർഡ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്തുണ്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ന്യൂ ഇയർ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ഐഡിയാസ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് എവിടെയെങ്കിലും ബാലൻസായിട്ട് ആരുടെയെങ്കിലും ലൈഫിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പതുക്കെ പൊടി തട്ടിയെടുക്കുക എന്നുള്ള ഇതിന് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്ന വാക്ക് സക്സസ് എന്ന്. കാരണം നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ എന്തായാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്, അവസാനം വരെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക ബിലീവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ ഇന്ന ഒരു സർട്ടൻ ഏജ് കഴിയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സെറ്റിൽഡായി, അതുകൊണ്ട് നമ്മൾ ഇനി വർക്ക് ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ ചെറുതായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും മൈൻഡ് സെറ്റ്, അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയണത്. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ യൗവനോ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി അത് ലോസായി പോവും. നമ്മൾ പെട്ടെന്ന് വൃദ്ധരായി പോകും, അല്ലെങ്കിൽ വയസ്സായി പോകും എന്ന് പറയണത്. ഞാൻ അതിന് മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വാക്ക്. പിന്നെ വെച്ചാൽ എന്താ ഈ സക്സസ്സിന് എടുക്കാൻ ഈ വാക്കെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സംഭവം തുടങ്ങി, അതിൽ ഒരു റിസൾട്ടും ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെ മാർക്കറ്റിംഗ് ആയിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഫുൾ ടൈം. എൻ്റെ കണക്ക് 30 ഓഫീസിലേക്ക് ഞാൻ പണ്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരിങ്ങോട്ട് വിളിച്ച് എനിക്ക് വർക്ക് തരാൻ തുടങ്ങി. അപ്പോൾ വെച്ചാൽ നമ്മൾ എഫേർട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. എന്നാലും നമുക്ക് കൂടുതൽ ആൾക്കാർ നമ്മുടെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ മിസ്സിങ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയാലും അടുത്ത ഒരു സോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള സക്സസ്സിലേക്കുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഞാൻ പറയാനുള്ളത്. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുതന്നെ ഇപ്പോൾ നമുക്കൊരു നല്ല റിസൾട്ടല്ല കിട്ടുന്നത്, ഒരു ബാഡ് റിസൾട്ട് വരും, അപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം 10 പേരെ കണ്ടു കഴിഞ്ഞാലാണ് 2 പേരെ 3 പേരെ ഒരു എസ് പറയണമെന്നാണ് നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിലെ ഒരു കണക്ക്. പണ്ട് നമ്മൾ ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് വരും, അതിന് ഗ്രേറ്റ് റിസൾട്ട്സ് വരും, നല്ല പോസിറ്റീവായിട്ട് നല്ല റിസൾട്ട് വരും. അപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം അതാണ് കുറച്ചും കൂടി എപ്പോഴും നമുക്ക് എന്താ പറയുക, യങ്ങായിരിക്കാനുള്ള ഒരു ഇതാണത്. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ശരി. ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്ത് നിർത്തരുത്. നമ്മളിങ്ങനെ ഇപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഒരേ കാര്യം ചെയ്യും, നമ്മുടെ ഉള്ളിൽ ഒരു പാറ്റേൺ ഇല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ വരും. അതായത് നമ്മൾ ആ ഒരു സംഭവം ചെയ്യാണ്ട് നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ പിന്നെ ഒരു കൺസിസ്റ്റൻസി വരും, നമുക്ക് ഒരു ഫ്ലോ വരും, അങ്ങനെ ഒരു ഒഴുക്ക് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെപ്പോഴും നമ്മൾക്ക് ഒരു സക്സസ്സിലേക്ക് ഉള്ള ഒരു ഫ്ലോ ആണത്. ശരിക്കും പറഞ്ഞാൽ ആ ഒഴുക്ക് എപ്പോഴും സക്സസ്സിലേക്ക് പോകുള്ളൂ, ഒരിക്കലും ഫെയിലിയറിലേക്ക് പോകില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് വേണ്ട അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടേണ്ട ആൾക്കാരൊക്കെ നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അതാണ് ശരിക്കും ഒരു കീവേഡ്. എനിക്ക് തോന്നുന്നു കീവേഡ് സക്സസ്സിലേക്കുള്ള കീവേഡാണത് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര മോശപ്പെട്ട ദിവസങ്ങളായിരിക്കും. ഭയങ്കര മോശപ്പെട്ടതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വർക്കൊന്നും നടക്കാതെ, എന്താ പറയുക, ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള
ദിവസങ്ങളുണ്ടാവും. ഫ്രം ഫാമിലിയിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ആയിരിക്കാം, പിന്നെ ഇൻസൾട്ടായിരിക്കാം, ഇല്ലെങ്കിൽ പല ഹരാസ്മെൻ്റ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ നേരെ വരുന്ന എന്ത് ഇതായിക്കോട്ടെ. ഞാൻ പറയണത് വെച്ചാൽ അത് നമ്മൾ നമ്മളത് കേട്ടിട്ട് നമ്മൾ അതും ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറയണ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ വെച്ചാൽ അന്നത്തെ ദിവസം അത് ഡ്രോപ്പ് ചെയ്യുക, നമ്മുടെ വർക്ക് ഡ്രോപ്പ് ചെയ്ത് വിട്ടേക്കുക. നമ്മുടെ വർക്ക് വിട്ടിട്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് ലൂസാക്കി കൊടുക്കുക. നമ്മൾ വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക, ഒന്ന് ട്രാവൽ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ വർക്കിലേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പുറത്തുനിന്ന് കിട്ടും. വേറെ അത് തട്ടി മാറ്റിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ച് കാഴ്ചകൾ കാണുമ്പോൾ അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ പിന്നെ രണ്ടാമതേ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് പിന്നെ നമ്മുടെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ മറ്റേ മഞ്ഞുമൽ ബോയ്സിൽ പറയില്ലേ, ലൂസ് അടിക്കുക എന്ന് പറയുന്നത്, ലൂസാക്കിയിട്ട് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് ഭയങ്കര ശക്തിയിൽ വലിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും അതിനൊരു പവർ കിട്ടും, പെട്ടെന്ന് ഭയങ്കര ഒരു പുഷിങ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നൊരു ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈം അത് ഫേസ് ചെയ്തേ പറ്റൂ. നമുക്കതൊന്നും ഒളിച്ചോടാൻ പറ്റില്ല എന്ന് 100% ഉറപ്പാണ്. ഏത് ഒരു വ്യക്തിയാണെങ്കിൽ ഒളിച്ചോടുന്നതിന് ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അതങ്ങോട്ട് ഫേസ് ചെയ്ത് പോയിക്കോട്ടെ എന്ന് തന്നെ ഞാൻ പറയണത്. പക്ഷേ നമ്മുടെ വർക്കിനെ അത് ബാധിക്കരുത്. അതിനുള്ള ടെക്നിക്ക് വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മൾ അപ്പം തന്നെ വർക്കിനെ കുറിച്ച് കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതൊന്ന് പതുക്കെ മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ പടം വരയ്ക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ വരച്ച് കഴിഞ്ഞാലും അതെനിക്ക് ശരിയാവില്ല. അതിൻ്റെ ഒരു എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോൾ ഞാൻ വിട്ടിട്ട് ഒന്നിനെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നോക്കിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നു കഴിയുമ്പോൾ ഒന്ന് റിഫ്രഷായിട്ട് വന്ന് രണ്ടാമതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എവിടേക്കാണോ നമ്മുടെ പോരായ്മ അത് നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റാണ് സക്സസ്സിലേക്ക്. എപ്പോഴും നമ്മൾ ടൈറ്റായിട്ട് വലിച്ചു പിടിക്കരുത്. കുറച്ച് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അത് നമ്മൾ ലൂസാക്കി തന്നെ കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയേക്കണത് സക്സസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഓരോ വ്യക്തിയിലും ഓരോ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഭൂരിഭാഗം ആൾക്കാർക്കും കുറേ ഒരു വീട്, വണ്ടി, ബാങ്ക് ബാലൻസ്, അങ്ങനെയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും. എന്നാൽ കുറച്ച് ആൾക്കാർക്ക് വേണ്ടത് സമാധാനമായിരിക്കും. സക്സസ് എന്ന് പറഞ്ഞ സംഭവം വാക്ക് സമാധാനം കിട്ടിയ ജീവിതത്തിൽ എന്ന് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥന് ഒരു അസുഖം വന്ന് ഒരു സീരിയസ് ആയ ഒരു അസുഖം വന്ന് ഞാൻ വീട് ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ സൈലൻ്റായി പോകും. അവരുടെ ഉള്ളിൽ സക്സസ് മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കടന്നു പോകണം, എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഇതായിരിക്കും അവരുടെ സക്സസ് എന്ന് പറഞ്ഞ വാക്ക്. അല്ലാണ്ട് അവർ വീടിൻ്റെയും കാശിൻ്റെയും പുറകെ ആയിരിക്കില്ല പോകുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും അസുഖം ഒന്ന് മാറ്റി, അല്ലെങ്കിൽ പുള്ളി റിക്കവർ ആവാൻ വേണ്ടിയുള്ള ഇതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരെ ആ വീടിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സക്സസ് എന്ന് പറഞ്ഞ വാക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ എന്നാണ് പറയണത്. ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന ചിലവർ ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് സക്സസ് ഫിനാൻഷ്യലി എല്ലാം സെറ്റ് ഉണ്ടാകും, പക്ഷേ മനസ്സമാധാനം ഉണ്ടാവില്ല. പിന്നെ കുറേ പേര് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, എപ്പോഴും ഒരു എന്താ പറയുക, റെസ്റ്റിംഗ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരായിരിക്കും സക്സസ്സിന് വേണ്ടി. പക്ഷേ ആ സക്സസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിനാൻഷ്യലായിരിക്കില്ല. അവർ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കുന്ന വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഓരോ വ്യക്തിയിലും ഓരോ ഇതാണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ് മോട്ടീവ്, അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക എന്നാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഒരു വീടുള്ളൊരു വ്യക്തിക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ കുറച്ചും ഹയർ ഇതിലേക്കായിരിക്കും പുള്ളിയുടെ നോട്ടം വരുന്നത്. പക്ഷേ ഒരു സാധാരണ വീടില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ ജോലി കിട്ടി ആദ്യം സെറ്റാക്കാൻ പറ്റുന്നത് എങ്ങനെയെങ്കിലും വീട് ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ ബേസ്മെൻറ്റ് ഒരു ഉറപ്പിക്കാനുള്ള തത്രപ്പാടായിരിക്കും ഇല്ലേ. അതുകൊണ്ട് നമ്മുടെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ. സക്സസ് എന്ന സംഭവം നമ്മുടെ ഉള്ളിൽ എന്താണോ ഡ്രീംസ്, അത് നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് സക്സസ് എന്നുള്ള വാക്ക് അവിടെ തുടങ്ങണത്, അല്ലെങ്കിൽ അവിടെ നമ്മളെ ടച്ച് വിന്നിങ് പോയിൻറ്റിലേക്ക് എത്തണത്. അത് ഓരോ വ്യക്തിയിലും ഓരോ ഇതുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അത് കൂടാതെ എനിക്ക് തോന്നണത് എന്താ പറയുക, നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും പറ്റിക്കാതിരിക്കുക, ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. കാരണം ഇതിലൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, നമ്മളെല്ലാം മൺമറഞ്ഞു പോകുന്ന മനുഷ്യരാണ്. ഓക്കെ, നമ്മുടെ
പിക്ചർ ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇത് ഓക്കെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. യെസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് പറയാനുള്ളത്, ആരുടെയെങ്കിലും ഉള്ളിൽ ചെറിയ എന്തെങ്കിലും ഒരു സ്പാർക്കോ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് തുടങ്ങിയിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ തുടങ്ങിയവരാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറാക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ന്യൂ ഇയർ പ്രമാണിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എപ്പോഴും നമ്മുടെ വർക്കിന് ഫോക്കസ്ഡ് ആയിരിക്കുക, അതാണ് എനിക്ക് കൂടുതലും സ്ട്രെസ് ചെയ്യാനുള്ളത്. Thank you for watching my video. Have a nice day. Bye.